ഹലോ, അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് 3 ദിവസത്തെ ഒരു വീഡിയോ ഞാൻ ഒന്നാക്കി ഒറ്റ ദിവസം കൊണ്ട് കാണിക്കുവാണ്. ഇതൊരു മാരേജ് ഫംഗ്ഷനാണ്, 3 ദിവസത്തെ മാരേജ് ഫംഗ്ഷൻ. ആദ്യമേ ഫസ്റ്റ് ഹൽദിയാണ്. ഇതാണ് ഗ്രൂമും ബ്രൈഡും, അവരുടെ ഒരു ഡാൻസ് പെർഫോമൻസ് ആണിത്. ഇതാണ് നമ്മുടെ സെക്കൻഡ് ഫംഗ്ഷൻ, അതായത് മാരേജിന് മുമ്പത്തുള്ള ഫംഗ്ഷൻ. അത് കൊങ്ങിണി ഭാഷയിൽ പറഞ്ഞാൽ ഉടുതാ മുഹൂർത്തം എന്നാണ് അതിന് പറയുന്നത്. അതായത് മാരേജിന് തൊട്ട് മുമ്പായിട്ടുള്ള ഒരു ഫംഗ്ഷനാണ്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയണമെങ്കിൽ ഞാൻ വേഗം വീഡിയോ ചെയ്യാം. അതിനെക്കുറിച്ച് മാത്രമായിട്ട് ഇതിപ്പോൾ ഞാൻ അതിന് വേണ്ടി പോകാനായിട്ട് ഒരുങ്ങുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ വെച്ച്, അതായത് മേക്കപ്പ് ഇങ്ങനെ കാണിച്ചല്ല ഞാൻ ചെയ്യുന്നത്. ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ, യെസ്, ഇതിന് ആദ്യമായിട്ടല്ല കേട്ടോ, സോറി, രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ ചെയ്യുന്നുണ്ട്. ആ ഒരു വീഡിയോയിൽ യൂസ് ചെയ്ത സാധനങ്ങൾ തന്നെയാണ് ഞാൻ ഇവിടെയും യൂസ് ചെയ്യുന്നത്. അങ്ങനെ പ്രത്യേകിച്ച് വേറെ ഒന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഓഡിറ്റോറിയത്തിൽ പോകാനായിട്ട് ഇറങ്ങി. സോ റോഡിലൂടെയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ലൈറ്റിങ്ങും കറക്റ്റ് അല്ല, എന്നിട്ട് ഞാൻ കറങ്ങുന്നുണ്ട് കിടന്ന്. യെസ്, ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയാനായിട്ട്. ഞങ്ങൾ ഓഡിറ്റോറിയത്തിലെത്തി. ഇതാണ് ഉടുതാ മുഹൂർത്തം എന്ന് പറയുന്ന ആ ഫംഗ്ഷൻ. അതായത് ആരും അതിന് വേണ്ടിയിട്ടാണ് കസേരയിൽ കയറിയിരിക്കുന്നത്. ഓളോന്ന് പറയും. അതായത് ചെറുക്കനെ ഒറ്റയ്ക്ക് അവിടെ ഇരുത്തില്ല, അല്ലെങ്കിൽ പെണ്ണിനെ അവിടെ ഒറ്റയ്ക്ക് ഇരുത്തില്ല. കൂടെ ഒരു പെൺകൊച്ചി, പെണ്ണിൻ്റെ കൂടെ പെൺകൊച്ചിനെ, ആടിൻ്റെ കൂടെ ആൺകൊച്ചിനെ, അങ്ങനെ ഇരുത്തും. അവിടെ ഒരു ഫോട്ടോ ആയി നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ അവിടെ ഒരു ചെറിയൊരു ഡാൻസ് പെർഫോമൻസ് കൂടി ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. എല്ലാവരും അടിപൊളിയായിട്ട് ഇത് കഴിഞ്ഞിട്ട് DJ അങ്ങനെ കുറേ ഉണ്ടായിരുന്നു.
അവിടുന്ന് ഇവിടുന്ന് എല്ലാം ഞാൻ ക്ലിപ്പ് എടുത്തിട്ടിരിക്കുന്നത്. കാരണം ആസ് എ ന്യൂ ബോണിൻ്റെ മോമും പിന്നെ ഒരു ബിഗിനർ എന്നുള്ള നിലയ്ക്കും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലോട്ട് വരാൻ നേരത്ത് പപ്പാനിയെ കണ്ടു. പപ്പാനിനെ കൊണ്ട് കുറച്ച് ഡാൻസ് എല്ലാം കളിപ്പിച്ചു കേട്ടോ. പപ്പാനി അവിടെ ചുമ്മാ നിൽക്കുമായിരുന്നു. പപ്പാനി ഡാൻസ് കളിക്കാൻ പറഞ്ഞപ്പോൾ പപ്പാനി പിന്നെ ഫുൾ ഓണായി. ആരുടെ കളിക്കാൻ പറഞ്ഞിട്ട് ആരും കളിക്കുന്നേ ഇല്ലായിരുന്നു കേട്ടോ. ഇതാണ് എൻ്റെ മാരേജ് ലുക്ക്. എല്ലാവരും പറഞ്ഞു സൂപ്പറായിരുന്നു കേട്ടോ. അപ്പം നിങ്ങളും സൂപ്പറാണോ അല്ലയോ എന്നൊന്ന് പറയണേ. എന്താണെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇത് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. മാരേജ് ചേർത്തല വെച്ചായിരുന്നു. അപ്പം എല്ലാവരോടും മീൻസ് ഹസ്ബൻഡിനോടും അമ്മയോടും ഞാൻ പറഞ്ഞു, ഞാൻ മന്നു എന്നാണ് വിളിക്കുന്നത്, ഞാൻ പേരാണ് ഞാൻ വിളിക്കുന്നത്, അതിനാരും ഒന്നും പറയണ്ട. അതാണ് ഞാൻ എന്താ പറയണ്ടേന്നുള്ളൊരിതില്ല. മന്നുവിനോടത്തെല്ലാം ഹായ് പറയാൻ പറഞ്ഞു. ഞങ്ങളെത്തി. വെൽക്കം ഡ്രിങ്ക് ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു കേട്ടോ. പൈനാപ്പിള്, പിന്നെ ഫ്രഷ് ലൈം, പപ്പായ, പിന്നെ വാട്ടർമെലൺ, അതിൻ്റെ എല്ലാം ലൈവ് ജ്യൂസായിരുന്നു. ഗ്രൂമാണ് ആ മണ്ഡപത്തിൽ നിൽക്കുന്നത്. ആ ഒരു പിങ്ക് അല്ല കേട്ടോ, വൈറ്റ് ഷെർവാണി ആയിരിക്കും, സോറി ഷെർവാണി എന്നാണ് ഞാൻ പറഞ്ഞത്. അതൊരു ഷെർവാണി ഇട്ടിട്ട്. യെസ്, ബ്രൈഡ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ബ്രൈഡ്. യെസ്, നിങ്ങൾ കണ്ടു കാണുമല്ലോ ബ്രൈഡിനെല്ലാം. നമ്മുടെ ഹൽദിയുടെ വീഡിയോയില്. യെസ്, താലികെട്ടെല്ലാം കഴിഞ്ഞ് പെണ്ണിനെയും ചെറുക്കനെയും ശേഷബെറുപ്പ് എന്ന് പറയും. ഈ ഒരു അരി വെച്ചിട്ടാണ് ഞങ്ങൾ അനുഗ്രഹം കൊടുക്കുന്നത്. അപ്പോൾ അതെല്ലാം ഇട്ട് കഴിഞ്ഞു. ഞാനിട്ടുകൊണ്ടിരിക്കുകയാണ്, ഞാനായിരുന്നു ലാസ്റ്റ്. അപ്പം അതെല്ലാം ഞാനും ഇട്ടു. അവരെനിക്ക് നമ്മുടെ ദക്ഷിണ തന്നു, ഞാൻ അനുഗ്രഹിച്ചു. പിന്നെ ഒരു ചടങ്ങെന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ ശോഭന എന്ന് പറയും. അതായത് വിളക്ക് വെച്ചിട്ട് ആരതി ഒഴിയുന്നതാണ്. അത് ചെറുക്കനും പെണ്ണിനും കല്യാണം കഴിഞ്ഞിട്ടുള്ള ഒരു ഫങ്ഷൻ, ആ ഒരു ചടങ്ങാണത്. അപ്പം എല്ലാവരും ആ ഒരു പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചെല്ലാം എടുത്തിട്ടുള്ളൂ. ഇതിന് ശേഷം ഞങ്ങൾ ഉണ്ണാൻ പോയി. ഊണ് അടിപൊളിയായിരുന്നു കേട്ടോ, സൂപ്പർ, പറയാതിരിക്കാൻ വയ്യ. അതേണ്ടേ. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ. ബൈ, സീ യു. മറ്റൊരു വീഡിയോ വരുവേ.